ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് മുസാമ്പി ഷേക്കാണ്. മുസാമ്പി ഷേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന റെസിപ്പിയിലാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മുസാമ്പി ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാം അത് നമുക്ക് കാണുന്നതിന് നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, നമുക്ക് മുസാമ്പി ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 മുസാമ്പി എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 500 ml ഒരു മിൽമ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയും വെച്ചാണ് ഞാൻ ഇന്ന് മുസാമ്പി ഷേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് മുസാമ്പിയുടെ തൊലി എങ്ങനെ തൊലിക്കാം എന്ന് നമുക്ക് കാണാം. നാല് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മള് കുറച്ചിടേണ്ടതാണ്. അപ്പം ഗൈസ്, നമ്മളിത് ആദ്യം ജാറിലോട്ട് നമ്മൾ മുസാമ്പി മുറിച്ചത് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിതോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇവിടെ 6 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ഇടുന്നത്. പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലോട്ട് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളതിലോട്ട് നമ്മളതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു അടി അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുസാമ്പി ഷേക്ക് തയ്യാറാവും. അപ്പം ഗൈസ്, നമ്മുടെ മുസാമ്പി ഷേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഗ്ലാസ്സിലോട്ട് ഇനി ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു ഡിസൈനിന് വേണ്ടിയാണ് ഗൈസ്. അപ്പം നമ്മുടെ മുസാമ്പി ഷേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മുടെ മുസാമ്പി ഷേക്ക് തയ്യാറായിരിക്കണം. അപ്പം ഇന്ന് ടേസ്റ്റ് ചെയ്യുന്ന ഞാനല്ല, അമ്മയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ എങ്ങനെ മധുരം അപ്പം ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു നോക്കേണ്ടതാണ്. എന്നിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടണം. അപ്പം ഗൈസ്, അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.